പഴങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളിൽ സ്റ്റിക്കറുകൾ പതിച്ചിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പഴങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? പഴത്തിലെ സ്റ്റിക്കറിൽ ഒരു കോഡ് നൽകിയിരിക്കുന്നു, ഫ്രൂട്ട്സ് സ്റ്റിക്കർ കോഡ്. അതിനെ PLU എന്ന് വിളിക്കുന്നു. PLU കോഡ് പച്ചക്കറികൾ വളർത്തിയ രീതിയെക്കുറിച്ച് വിവരം നൽകുന്നവയാണ്. സ്റ്റിക്കർ പതിപ്പിച്ച പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഗുണനിലവാരത്തെ അറിയിക്കാനായി സ്വീകരിച്ചിരിക്കുന്ന മാർഗമാണിത്. സ്റ്റിക്കർ പതിപ്പിച്ച പഴങ്ങൾ പുറം നാടുകളിൽ സാധാരണയാണെങ്കിലും നമ്മുടെ നാടുകളിൽ അധികമായൊന്നും കാണാറില്ല. സ്റ്റിക്കർ 2 തരത്തിലുണ്ട്, 5 അക്കമുള്ളതും 4 അക്കമുള്ളതും. 4-ൽ തുടങ്ങുന്ന 4 അക്കമുള്ള നമ്പറാണെങ്കിൽ അതൊരിക്കലും വാങ്ങിക്കരുത്. അത് കീടനാശിനികളും രാസവസ്തുക്കളും ഉപയോഗിച്ചുവെന്നാണ് സ്റ്റിക്കർ സൂചിപ്പിക്കുന്നത്. 9-ൽ തുടങ്ങുന്ന 5 അക്കമുള്ള നമ്പറാണെങ്കിൽ അത് തികച്ചും ഓർഗാനിക്കാണ്. ഉദാഹരണം 9222. ഇതൊന്നും യാതൊരു ദോഷവും വരുന്നില്ല എന്നു മാത്രമല്ല പൂർണ്ണ ആരോഗ്യം നൽകുന്നവയുമാണ്. 8-ൽ തുടങ്ങുന്ന 5 അക്കമുള്ള നമ്പറാണെങ്കിൽ ഇവ ജനറ്റിക്കലി മോഡിഫിക്കേഷൻ വരുത്തിയതാണെന്നാണ്. ഇവ രോഗസാധ്യത ഉണ്ടാക്കുന്നവയാണ്. ഇവ ജീനുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും വരാൻ കാരണമാകും. ശാരീരിക വൈകല്യങ്ങൾക്ക് ഇത് കാരണമാവും. ഇനി ഇതിനേക്കാളും കൂടുതൽ അക്കമുണ്ടെങ്കിൽ അതൊന്നും യഥാർത്ഥത്തിലുള്ള PLU കോഡുകളല്ല. ഇവയുടെ വളർത്തൽ രീതി വ്യക്തവുമല്ല. PLU കോഡുകൾ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 4 അല്ലെങ്കിൽ 5 അക്കങ്ങൾ വരെ മാത്രമേ വരികയുള്ളൂ. പഴങ്ങൾ വാങ്ങുമ്പോൾ പുറം തൊലിയിൽ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അവ രാസവസ്തുക്കൾ കലർത്തിയ പഴങ്ങളാണ്. കഴിവതും ഓർഗാനിക് രീതിയിൽ വളർത്തിയെടുത്തവ കഴിക്കുക. അതാണ് ആരോഗ്യത്തിന് ഗുണം നൽകുന്നത്. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം. ഇതുവരെ നിങ്ങൾ ഒരു സ്റ്റിക്കറെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.